നമ്മളെല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നവരാണ് അല്ലെ? എല്ലാവർക്കും സ്നേഹം ഇഷ്ടമാണ്. പക്ഷെ അത് ഭ്രാന്തമായ സ്നേഹമായാലോ നമ്മളെ വല്ലാതെ എന്താ സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയൂ അല്ലെ? അങ്ങനെയുള്ള സ്നേഹമാവുമ്പോഴോ അതൊരു വല്ലാത്തൊരു സ്നേഹം തന്നെയാ അല്ലെ? അപ്പോ നമ്മുടെ പലപ്പോഴും റിലേഷൻഷിപ്പിൽ ചില ഭ്രാന്തമായ സ്നേഹം നമ്മൾ കാണാറുണ്ട് അല്ലെ? പല രീതിയിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ പാരൻസ്, അതേപോലെ മക്കള്. അത് ഭ്രാന്തമായ ഒരു സ്നേഹം എന്ന് വെച്ചാൽ നമ്മളെ വ്യക്തിത്വം ഏത് സമയത്തും നമ്മളെ പിന്നിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ, മീൻസ് നമ്മുടേതായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഡീപ്പായിട്ട് കാണാൻ പറ്റാത്ത ഒരു രീതിയിൽ നമ്മുടെ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം. ആ സ്നേഹത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ് ഓർ നോ? സ്നേഹം വേണം, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ടോർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നോ. അത് ഹസ്ബൻഡ് ആയാലും ശരി, പാരൻസ് ആയാലും ശരി, മക്കളായാലും ശരി അല്ലെ? ആ ഒരു ടോർച്ചറിങ് നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഒരു ഭ്രാന്തമായ സ്നേഹം. ആ ഒരു സ്നേഹത്തെ നമ്മള് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അല്ലെ? ചില സമയത്ത് നമുക്ക് തോന്നും കുഴപ്പമില്ല, നന്നായിട്ട് കെയർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് നമ്മൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട് അല്ലെ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കുന്നവർക്ക് അത് വല്ലാത്തൊരു വിഷമാണ് അല്ലെ? അപ്പോ നമുക്കെന്ത്, അവര് അങ്ങനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നവര് എന്ത് ചെയ്യണം? അവരെ തന്നെ നന്നായിട്ട് സ്നേഹിക്കണം. അവരിൽ തന്നെ നന്നായിട്ട് അവരെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കണം. നമുക്ക് സൗണ്ട് ഉണ്ട്, നിങ്ങളുടെ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ, നിങ്ങൾ ഒന്ന് നോക്ക്. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ ഇപ്പോ ഇങ്ങനെ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പറയാനൊരു വല്ലാത്തൊരു വിഷമാണ്. മീൻസ് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു പക്ഷേ ഉണ്ട് അല്ലെ? നമുക്കൊരു പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല ഒരു രീതിയിലുള്ള ഒരു അസ്വസ്ഥത അല്ലെ? ആരോഗ്യകരമായ ഒരു സ്നേഹമല്ല അതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ലെ? സ്നേഹം ഹെൽത്തി ആയിരിക്കണം അല്ലെ? അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്നേഹത്തിന് അത് എത്ര സ്പേസ്, മീൻസ് നമുക്ക് അത്രത്തോളം ലോങ് ടൈം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞിട്ടുള്ള ആ ഒരു സ്നേഹത്തെ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? എത്ര തന്നെ സ്നേഹം ഉണ്ടെങ്കിലും സാധിക്കോ? നമ്മൾ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് ഒരാളെ നമ്മുടെ പിന്നിൽ തന്നെ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഇത് ചെയ്യ, ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ആളുടെ മനസ്സിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൾ അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവന് ചെലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നോട് ചെലവഴിക്കണം. ഭാര്യയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. ഭാര്യയാണെങ്കിൽ എന്താ ചിന്തിക്കുക? ഫ്രണ്ട്സുകളോടൊക്കെ എന്റെ ഹസ് പോകുമ്പോ പോരാ, എന്റെ കൂടെ ആ സമയം കൂടിയും എന്റെ കൂടെ ചെലവഴിക്കണം. മക്കളാവുമ്പോഴോ ഉമ്മ അല്ലെങ്കിൽ പാരൻസ്, മദർ ആൻഡ് ഫാദർ കൂടുതൽ എന്റെ കൂടെ ചെയ്യണം. അപ്പോ മനഃപൂർവമല്ല, അതിന് നമുക്ക് സ്വന്തത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ
ഇതിന് അത്രത്തോളം ഒരു ആയുസ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ആയുസ് കുറവായിരിക്കും. സ്നേഹം പിന്നെ വേണ്ട എന്നല്ല. പക്ഷെ ഒരു ഭ്രാന്തമായ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാനുള്ള തടസ്സങ്ങൾ മീൻസ് നമുക്ക് പറ്റില്ല. നമ്മുടെ മൈൻഡിൽ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കും. നമ്മൾ നമ്മളെ തന്നെ നമ്മളിലുള്ള ഒരുപാട് കഴിവുകൾ ക്രിയേറ്റിവിറ്റി ഉള്ള പിന്നെ ആളുകളായിരിക്കും. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ മുന്നോട്ട് പോവേണ്ടതായിരിക്കും. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കുന്ന, മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിലോ നിങ്ങൾ ഹാപ്പി അല്ലേ? നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളുടെ കഴിവുകളെ പ്രശംസിക്കുന്ന, അഭിനന്ദിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ അത് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായാലും നിങ്ങൾ ഹാപ്പി അല്ലേ? ആണോ? യെസ് ഓർ നോ? ആണല്ലോ. അതല്ല നീ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല, ഇത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മളെ കൂടെ 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് നിങ്ങളെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചിലർ അങ്ങനെ ഉണ്ടാവും, ഫ്രണ്ട്സുകളും ഉണ്ടാവും അങ്ങനെ കേട്ടോ. അമിതമായി സ്നേഹം കാണിക്കുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലോ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാവുന്നില്ലേ? അല്ലേ? ഉണ്ടാവാറില്ലേ? സ്വാഭാവികമാണത് അല്ലെ? നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത, സ്നേഹം ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത ഒന്ന് ഫീൽ ആവും. നമ്മളെ ടോർച്ചർ ചെയ്യാണോ? നമ്മളെ ചൂഷണം ചെയ്യാണോ? നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അത് അവര് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ടോ? അപ്പോ നമ്മള് അവരെ ആ അവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരിക്കും എപ്പോഴും. ഒരു ഭാഗത്ത് സ്നേഹമുണ്ടെങ്കിലും വല്ലാത്തൊരു ഒരു അസ്വസ്ഥത. ഒന്നും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു വല്ലാത്തൊരു അതിലൂടെ നമുക്കൊരു ഡിപ്രഷൻ അതേപോലെയുള്ള കാര്യങ്ങൾ ആൻസൈറ്റി ഒക്കെ വന്നുകൊണ്ടിരിക്കും. അല്ലേ? സത്യല്ലേ അത്? അപ്പോ ഒരു രസമില്ലാത്തൊരു ജീവിതം, ഒരു സുഖമില്ലാത്തൊരു ജീവിതം. അതല്ല പാർട്ട്ണർ നല്ല ഹാപ്പി ആണെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന സ്വയം അവരെ തന്നെ സ്നേഹിക്കുകയും അവർക്ക് ഫ്രണ്ട്സുകളുണ്ട് അവരെ കൂടെ കുറച്ച് ചെലവഴിക്കുന്നു, നമ്മളെ കൂടെ ചെലവഴിക്കേണ്ട സമയത്ത് നമ്മുടെ കൂടെ ചെലവഴിക്കുന്നു, അവരുടേതായ കാര്യങ്ങളിൽ കുറച്ച് ഡീപ്പായിട്ട് പോകുന്നു, അവരുടേതായ കഴിവുകൾ വികസിപ്പിക്കുന്നു, മുന്നോട്ടേക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ജീവിതത്തിന് എന്തൊരു ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മളെയും ഹാപ്പി ആക്കുന്നു, നമ്മുടേതായ കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റി കണ്ടെത്തുന്നു, നമ്മൾ അപ്ഡേറ്റ് ആവുന്നു, എല്ലാ കാര്യങ്ങളും പിന്നെ പങ്കുവെച്ച് നല്ല രീതിയിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലേ ഏറ്റവും ബെസ്റ്റ്? അല്ലേ? അല്ലെങ്കിൽ ചിലര് പറയും ഒരു വര വരച്ചാൽ അവിടെ നിൽക്കണം അല്ലെ? അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ അങ്ങോട്ടും പോവരുത് ഇങ്ങോട്ടും പോവരുത്, അവിടെ നിൽക്ക് ഞാൻ വരാം. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും സുഖല്ലേ? വളരെ ഹാപ്പി അല്ലേ? അപ്പോ സ്നേഹം കൊണ്ടാ. അപാര സ്നേഹാണ്. എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിന്തിക്കുന്ന പോലെ ജീവിക്കണം, ഞാൻ പറയുന്ന പോലെ ജീവിക്കണം, ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ അവൾക്ക് അവളുടേതായ കഴിവുകളുണ്ട്, അവൾക്ക് അവളുടേതായ ചിന്തകളുണ്ട്, വ്യക്തിത്വമുണ്ട്, അവകാശമുണ്ട്, ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ അവൻ്റെതായ ഫ്രീഡം ഉണ്ട്, അവൻ്റെതായ ഫ്രണ്ട്സുകൾ കാണാൻ പോകണം, അവൻ്റെതായ കാര്യങ്ങൾ ചിന്തിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ട്. കഴിവുകളില്ലാത്ത ഒരാളും ലോകത്തില്ല. എല്ലാവർക്കും നല്ല കഴിവുണ്ട്, നല്ല മൈൻഡ് ഉണ്ട്, നല്ല ചിന്താഗതി ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. ആരും
മോശമല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മൾ വിവാഹം കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ട് നമുക്ക്. ആ ഒരു വ്യക്തിയെ നമ്മൾ സ്വയം സ്വന്തത്തെ തന്നെ നമ്മൾ സ്നേഹിക്കണം. വേണ്ടേ? അങ്ങനെ സ്നേഹിക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി. ചിലരിങ്ങനെ പറയും, വേവലാതി പറഞ്ഞുകൊണ്ടിരിക്കും. മീൻസ് ഇതുവരെ ഭാര്യ പറയും, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇതുവരെ ജീവിച്ചത്, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഇതുവരെ ജീവിച്ചത്. അപ്പൊ ഹസ്ബൻഡ് പറയും, ഞാൻ എൻ്റെ വൈഫിനെ ഞാൻ കല്യാണം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സമയം ചെലവഴിച്ചിട്ടില്ല, അവൾക്ക് ഇഷ്ടമല്ല അത്. അതല്ലെങ്കിൽ പിന്നെ വൈഫ് പറയും, ഞാൻ ഇതുവരെ എൻ്റെ ഉറ്റ ഫ്രണ്ട്, എൻ്റെ ഒരു പിന്നെ ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ല, എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിന്റെ അനുവാദം കിട്ടിയിട്ടില്ല, എൻ്റെ കൂടെ അവൾ എന്നും ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ആ ഒരു നമ്മളെ ഒരാളെ പാർട്ട്ണറായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കണം എന്നതിലുപരി അവര് നമ്മളെ മനസ്സിലാക്കി സ്നേഹിച്ച് തിരിച്ചറിഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിലോ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അല്ലാതെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. എങ്ങനെ അവർക്കും അവരുടേതായ ലോകത്ത് ജീവിക്കണം, നമുക്കും അങ്ങനെ വേണം. പക്ഷെ അത് നമ്മളൊക്കെ അത് തമ്മിൽ മനസ്സിലാക്കി നല്ല ഒരു അവയർനെസ്സോടുകൂടി നല്ലൊരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹാപ്പിയാണ് രണ്ടുപേരും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അവര് ഹാപ്പിയാണ്. കാരണം എനിക്ക് അവളെ അറിയാം, എങ്ങനെ പോയാലും എവിടം വരെ പോവും എന്ന് എനിക്കറിയാം. അതേപോലെ ഹസ്ബൻഡ് എങ്ങനെ പോയാലും എവിടം വരെ പോകുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. വേണ്ടേ? അപ്പോ നമ്മള് ആ ഒരു അമിതമായ കൺട്രോള് എല്ലാരെയും വിഷമത്തിലാക്കും. നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണ്, അവളോട് ഞാൻ അത് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ അതുകൊണ്ടാണല്ലോ അവൾക്ക് അത്രയൊരു മൂഡ് ഓഫ്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാ. പിന്നെ നമ്മളൊരു വല്ലാത്തൊരു കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പാർട്ട്ണർ രണ്ടുപേരായാലും ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ അവരെന്താ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. അന്ന് ചെയ്യാൻ വിചാരിച്ച നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, എല്ലാം നല്ലതേ ചിന്തിക്കുള്ളൂ എല്ലാവരും. അപ്പോ അതൊക്കെ പിന്നെ സ്റ്റക്കായി അവിടെ ബ്ലോക്ക് വന്നു, പിന്നെ പോയി അന്നത്തെ കാര്യം തദൈവ. അങ്ങനെ ആയിരിക്കും അല്ലെ? അതല്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഓക്കെ, നിനക്ക് ഓക്കെ, അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യാം അല്ലെ? കറക്റ്റ്. അല്ലെങ്കിൽ എല്ലാത്തിനും നോ നോ പറഞ്ഞിട്ട് നമ്മളെ വല്ലാത്ത അസ്വസ്ഥമാക്കുന്ന അത് സ്നേഹം കൊണ്ടാണെന്ന് പറയുകയും ചെയ്യും. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ, നീ അത് മനസ്സിലാക്കുന്നുണ്ടോ, നീ അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, അല്ലെ? ഹസ്ബൻഡും പറയും വൈഫും പറയും, ഇല്ലേ? പറയൂലേ? അങ്ങനെ അത് അമിതമായ സ്നേഹം, ഭ്രാന്തമായ സ്നേഹം. അതെന്തുകൊണ്ടാ? നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്, നമുക്ക് നമ്മളിലുള്ള കഴിവിനെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട്, നമുക്ക് നമ്മളെ ഉള്ളിൽ ട്രോമയുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കണം. എൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് ട്രോമാസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് ഭയങ്കര വ്യഗ്രത ആയിരിക്കും. നമ്മളെ കാര്യം ശരിയാവാത്തപ്പോ നമ്മള് മറ്റുള്ളവരെ ലേക്ക് ഇടാൻ തുടങ്ങും. മീൻസ് നമ്മളെ ട്രോമാസ് കംപ്ലീറ്റ് നമ്മൾ ഹീൽ ചെയ്ത് മാറ്റണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മളെ തിരിച്ചറിയണം, നമ്മളെ അംഗീകരിക്കണം. നമ്മൾ സ്വയം നന്നായാലുണ്ടല്ലോ മറ്റുള്ളവരെ നമ്മള് ഉപദേശിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവർക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരല്ല നന്നാവേണ്ടത്, നമ്മളാണ് നന്നാവേണ്ടത്. നമ്മളാണ് നമ്മളെ അംഗീകരിക്കണം, നമ്മൾ സ്നേഹിക്കണം, നമ്മളെ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കണം. എന്നിട്ട് അവർക്കും. അപ്പോ എനർജി
ബൂസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്താവാം, ഹാപ്പി ലൈഫ് ഉണ്ടാവാം, നല്ല ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത് സ്വയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് EFT ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. മിറർ പ്രാക്ടീസ്, സെൽഫ് ലവ്, ഫോർഗിവ്നെസ് അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കുക. സ്വന്തത്തെ സ്നേഹിക്കുമ്പോ ഉണ്ടല്ലോ നമ്മളടുത്തേക്ക് ആള് വന്നോളും. ഇങ്ങനെയുള്ള ഒരാളൊക്കെ ഓക്കെ നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരും. 100% ഉറപ്പാണ് കേട്ടോ. സംശയമുണ്ടോ? ഓക്കെ. അപ്പോ നമ്മള് നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ അംഗീകരിക്കുക, നമുക്ക് തന്നെ നിരുപാധികം ക്ഷമിച്ചു കൊടുക്കുക. അപ്പൊ മറ്റുള്ളവർക്കും കൂടി നമ്മൾ വിഷ്വൽ ചെയ്യാം. അവരങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു കടിഞ്ഞാണിടുന്ന ഒരാളാണെങ്കിൽ നമ്മളെ പാർട്ട്ണർ, ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, വല്ലാത്തൊരു സ്നേഹം കൊണ്ടാണ്, സാധുവാണ്, പാവാണ്, പക്ഷെ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നോട് തന്നെ നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കണം, നമുക്ക് സക്സസ് ആയി. അവരെ കുറച്ച് ആ നിയന്ത്രണം നമ്മൾ ഒഴിവാക്കി നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലും കൊടുത്തു നോക്കിയേ. വിഷ്വൽ പവർ എത്രത്തോളം ഉണ്ടാവും, അതേപോലെ നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെ ചിന്ത എങ്ങനെ പോകുന്നു അതേപോലെ നമ്മളെ ലൈഫ്, നമ്മളെ ചിന്ത അത്രയും പോസിറ്റീവ് ആയിരിക്കണം. സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും. കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം എന്ത് രസല്ലേ. ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. പാരൻസിനോടായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, പാർട്ട്ണറോടായിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അല്ലാതെ നീ അത് ചെയ്തു തന്നാ ഞാൻ നിനക്ക് ഇത് തരും, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ഇങ്ങനെ കാണിക്കാം അങ്ങനെ കാണിക്കാം എന്നൊരു ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു റൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മളോട് ഒരു കണ്ടീഷൻ വെച്ചാലോ നമുക്കൊരു അസ്വസ്ഥതല്ലേ മനസ്സിലുള്ളില്. നമ്മള് ഓ ആയിക്കോട്ടെ, പുറമെ ഭയങ്കര ഇതില് ഓ ആയിക്കോട്ടെ ഞാൻ അനുസരിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് നമുക്കൊരു നേരിയൊരു വിഷമം ഉണ്ടാവും. അല്ലെങ്കിലോ നമ്മളെ തന്നെ മനസ്സിലാക്കി അവരും നമ്മളെ കൂടെ നിൽക്കുന്നതായിട്ട് നന്നായിട്ട് വിഷ്വലൊക്കെ കൊടുത്തിട്ട് നമ്മള് അവരവരെ തന്നെ നിയന്ത്രിക്കുന്ന രീതി. നിയന്ത്രണം കിട്ടാതാവുന്നത് നമ്മളെ ഉള്ളിൽ ട്രോമ ഉള്ളത് കൊണ്ട്. ഒരു വയസ്സ് മുതൽ നമ്മളെ ഗർഭപാത്രത്തിലുള്ള ആ സമയം മുതൽ 15 വയസ്സ് വരെയുള്ള എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നമുക്ക് ട്രോമയായിട്ട് നമ്മൾ ഇപ്പം ഈ ഒരു നിമിഷം വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് നെഗറ്റീവ്സ്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. എന്താണെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് EFTയിലൂടെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതെന്താണ്, നമ്മളെ ട്രോമ എന്താണ്, അതെങ്ങനെ വന്നു, അതെങ്ങനെ ഹീല് ചെയ്യണം, അതെന്ത് ചെയ്യണം എന്ന് കറക്റ്റ് നമുക്ക് ഡീപ്പായിട്ട് കിട്ടും. സംസാരിക്കാൻ ഓക്കെ മതി, വിഷ്വൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോ വിഷ്വൽ പവർ നന്നായിട്ട് നമ്മളെ എനർജിയെ ബൂസ്റ്റ് ചെയ്യണം. അവര് നന്നായിട്ട് സ്നേഹത്തോടെ വരുന്നതായിട്ടും നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നതായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ അങ്ങ് സൂപ്പറായിട്ട് കണ്ടോളുക. അതേപോലെ നല്ല ചിന്ത കൊടുക്കുക, അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക, മീൻസ് അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. അപ്പൊ ശരിയാവും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മള് ഈ പൂർണ്ണമായിട്ടും അർപ്പിക്കുന്ന നമ്മളൊരു കടുത്ത സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു കടുത്ത സ്നേഹം, ഭ്രാന്തമായ സ്നേഹം കുറെ കാലം ഒന്നും മുന്നോട്ട് പോവില്ല. നമുക്കൊരു നീരസം ഉണ്ടാവും അല്ലേ, നമുക്ക് ഒരു വല്ലാത്തൊരു
അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ലൈഫ്. ഓക്കെ, ഏതായാലും മക്കള് ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, എല്ലാരും എന്താ വിചാരിക്കുക എന്നുള്ള രീതിയിൽ ഒന്നും അല്ലാത്ത പോലെ നമ്മൾ നമ്മളെ തന്നെ മടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ഗതികേട് എന്നൊക്കെ പറയാം. അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, അംഗീകരിക്കുക. ആരാണോ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക. ഒരു കണ്ണാടി എടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക. നിങ്ങളിൽ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഉള്ളത്, എന്തൊക്കെയാണ് പോസിറ്റീവ്സ് ഉള്ളത് എന്ന് നോക്കുക. നിങ്ങൾ തന്നെ കണ്ടെത്താൻ പറ്റും, നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഒരു ഡയറി, ഒരു പെന്നും എടുത്തിട്ട് ഒന്ന് എഴുതുക നിങ്ങളുടെ നന്മകള്, നിങ്ങളുടെ തിന്മകൾ, മീൻസ് നിങ്ങളുടെ നെഗറ്റീവ്സിനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാൻ നോക്കുക. സക്സസ് ആവും. നമ്മളെ ശരീരം ശുദ്ധമാക്കുന്നത് പോലെ മനസ്സും ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് കഴിയില്ല. ഒരു കലക്ക് വെള്ളത്തില് നല്ല വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താവും? ഈ വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആവൂലേ? അത് നമ്മൾ ചെയ്തോണ്ടിരുന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ലൈഫ് ഹാപ്പി ആയി. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആവുമ്പോ എല്ലാം നമ്മളിലേക്ക് വന്നോളും. നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ഇങ്ങനെ ചിന്തിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചിന്ത നല്ലതാക്കുക, നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു നോർമൽ ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് മൈൻഡിന്റെ ഒരു ഗുഡൻസ്. ഹെൽത്തി റിലേഷൻഷിപ്പിന് ഏറ്റവും ബെസ്റ്റ് പോസിറ്റീവ് മൈൻഡ്, ഫോർഗീവ്നെസ്, അവരെ തിരിച്ചറിയാം, അവയർനെസ് ഉണ്ടാവുക, നമ്മൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ, വികാരങ്ങളും വിചാരങ്ങളൊക്കെ വല്ലാത്തൊരു കൺട്രോള് ആവാത്ത രീതിയിൽ നോക്കുക. അപ്പോ പിന്നെ നമ്മള് വല്ലാത്തൊരു അപകടമാവാന് സാധ്യതയുള്ള ഒരു സംഭവമാണിത്. അപ്പോ ഈ പ്രണയം ഏറ്റുവാകുന്ന ഈ ഒരു വ്യക്തിയും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ അവരെ നിയന്ത്രിക്കുമ്പോൾ അവരത് എൻജോയ് ചെയ്യാണോ അല്ലെങ്കിൽ വിഷമിക്കുകയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹസ്ബൻഡിനെ എപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവണ്ട, നിങ്ങൾ അവിടെ പോവണ്ട, നിങ്ങൾ ഇവിടെ പോവണ്ട ഞാനിങ്ങനെ പറയുകയാണെങ്കിലോ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഹസ്ബൻഡിന്? ഇല്ല, ഒരു വല്ലാത്തൊരു ഇതായിരിക്കും. അപ്പോ നമ്മളെ ഈ ഒരു വ്യക്തി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആ ഒരു സ്പേസ് ഒക്കെ കൊടുത്ത് നമ്മൾ സ്പേസ് കൊടുത്ത് അവരെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് അവരുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കി അവരെ അഭിനന്ദിച്ച് മുന്നോട്ട് പോവാം നമുക്ക് പറ്റണം. നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഓവർ സ്നേഹം ഉണ്ടാവാം, അത് നമുക്ക് നമ്മളിൽ തന്നെ നോക്കിയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. പിന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മള് വല്ലാത്തൊരു മീൻസ് ഭ്രാന്തമായിട്ട് സ്നേഹിക്കാൻ നിന്നാല് ഡിപ്രഷൻ അതേപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് വല്ലാത്ത അസ്വസ്ഥതകള്, അത് നമ്മളെ മനസ്സിലുള്ള അസ്വസ്ഥതകളാണ് രോഗമായിട്ട് പുറത്തു വരുന്നത്. അതറിയാലോ, ഒരുപാട് ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ വയറൊക്കെ ഇങ്ങനെ ചാടി വരും, ഒരുപാട് മൈഗ്രെയിൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരും. ക്യാൻസർ പോലും വരുന്നത് ഭയങ്കര സ്ട്രെസ് ഉള്ളത് ആൾക്കാണ്. ഭയങ്കര വിഷമം ഉള്ളിലും ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുക അല്ലേ, ആണല്ലോ. അപ്പോ നമ്മള് അങ്ങനെ നമ്മളെ പാർട്ട്ണറെ നമ്മളപ്പോ ഇഞ്ചിഞ്ചായിട്ട് കൊണ്ടുകൊണ്ടിരിക്കാന്ന് പറയണ്ടേ. നമ്മള് ആ ഒരു ഭ്രാന്തമായ സ്നേഹത്തെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അവരെ കൂടെ
നിർത്തണം, മനസ്സിലാക്കി അവയർനെസ്സോടുകൂടി, വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ, അല്ലെ? പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഈ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ആവുകയാണെങ്കിൽ മറ്റേ ആൾ എന്തിലേക്ക് പോകും? ഡിപ്രഷനിലേക്കൊക്കെ പോകും. നീ എന്നെ തന്നെ സ്നേഹിക്കണം. ചിലരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഹസ്ബൻഡും വൈഫും മാത്രം, അവരുടേതായ ലോകം മാത്രം, മറ്റൊന്നിലേക്കും പോവാതെ, ഫ്രണ്ട്സുകളില്ല, പിന്നെ മറ്റു റിലേഷൻസ് ഇല്ല, അങ്ങനെ പോകുന്നവർക്ക് താങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പങ്കുവെക്കാൻ ആളില്ല, വേറൊരു നല്ലൊരു ഫ്രണ്ട്, എല്ലാം നല്ല പോസിറ്റീവ്സ്, നല്ല ഫ്രണ്ട്സുകളായിരിക്കണം നമുക്ക്. നമുക്ക് എങ്ങനെ ആവണം എന്നുള്ളത് അവരെങ്ങനാണെന്ന് തീരുമാനിക്കുന്ന അവരെ ഫ്രണ്ട്സുകൾ, അവരെ ചുറ്റുമുള്ളവരെ നോക്കുമ്പോഴാണ്. പോസിറ്റീവ് ചിന്താഗതികളുള്ള ആളുകളായിട്ട് നല്ല കൂട്ടുണ്ടാവുക, അവരോട് ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ ഒരുപാട് റിലാക്സ് ആകും നമ്മൾ, അല്ലെ? നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഈ ചിലരിങ്ങനെ പറയാം, എന്റെ ജീവിതം നഷ്ടപ്പെടുത്തി, ഞാൻ വെറും മക്കളെ മാത്രം നോക്കി നിൽക്കാണ്, അങ്ങനെയൊക്കെ. അത് നമ്മൾ സ്വന്തത്തെ സ്നേഹിച്ചു നോക്കി, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, എല്ലാം ആസ്വദിക്കാൻ പറ്റും. കാര്യങ്ങളെല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ പോവുകയും ചെയ്യും. പിന്നെ നമ്മള് ഈ ട്രോമയിലൂടെ പോകും തോറും നമ്മളുടെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ബ്ലോക്സുകൾ അങ്ങനെയുള്ള വന്നതാവാം, നമുക്കിപ്പോ വലിയതാവുമ്പോഴും ഒരു വിഷമം, പ്രയാസം, ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം, മാനസിക പ്രശ്നമൊക്കെ വരുന്നത്. അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഹീല് ചെയ്ത്, അതിന് തെറാപ്പി കാര്യങ്ങൾ, മെഡിറ്റേഷൻസ് എന്താണോ അത് വേണ്ടത് കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കും, അല്ലെ? നമുക്ക് EFTയിലൂടെ സാധിക്കുന്നില്ലേ? EFT ഉള്ളവര് ഇതിൽ പറയും, അല്ലെ? ഇങ്ങനെ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എന്തും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലേ? ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലേ? എന്ത് തന്നെ വന്നാലും തരണം ചെയ്യും, കൂളായിട്ടിരിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? അപ്പോ നമുക്ക് കുട്ടികൾ ഉണ്ടായത് കൊണ്ട് നമ്മളെ കാര്യങ്ങള്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള്, നമ്മളെ കഴിവുകള് നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒരു മൂലയിൽ ഇരിക്കണം എന്നൊന്നും ആരും പറയില്ല. നല്ല രീതിയിൽ നമ്മളെ കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റണല്ലോ. അപ്പൊ നമുക്ക് നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവണം, പോസിറ്റീവ് എനർജി തരുന്ന. നമ്മളെ ഡൗൺ ആക്കുന്നവരെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് ആരോ ആയിക്കോട്ടെ, നമ്മളെ ഡൗൺ ആക്കുന്നവരെ നമ്മൾ എന്താക്കണം? മനസ്സുകൊണ്ട് ഡിറ്റാച്ച് ചെയ്യണം. പുറമെ ചിലപ്പോൾ നമുക്ക് പറ്റൂല, നമ്മളെ വീട്ടിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കൂടെ കട്ടക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെ നമ്മൾ മനസ്സുകൊണ്ട് ഡിറ്റാച്ച് ചെയ്താൽ മതി. പുറമെ നമ്മൾ അങ്ങനെ കാണിക്കണമെന്നില്ല. മനസ്സുകൊണ്ട് ഡിറ്റാച്ച് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കാതിരിക്കാം, പോസിറ്റീവ്സ് മാത്രം എടുത്തിട്ട് നല്ല എനർജി ബൂസ്റ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ഡൗൺ ആവാതിരിക്കുക, എപ്പോഴും എനർജിയോടെ ഇരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കാര്യവും മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും നല്ല രീതിയിൽ. നമ്മളെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് അവനവന് ആ ഒരു റിലേഷൻഷിപ്പിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റും. മീൻസ് നമ്മളെ പാർട്ട്ണർക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, അവകാശമുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അത് വല്ലാതെ അങ്ങ് നിയന്ത്രിച്ചു കഴിഞ്ഞാല് അസ്വസ്ഥതകൾ ഉണ്ടാവും. അത് അത്രത്തോളം മുന്നോട്ട് പോവാനും സാധ്യത കുറവല്ലേ? അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം. അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം, മനസ്സിലാക്കണം, തിരിച്ചറിവുണ്ടാവണം. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനവന്റെ ജീവിതം ഹാപ്പിയായി, അവനവനിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ മനസ്സിലായി. ആ ട്രോമ കണ്ടെത്തുക, അതിങ്ങനെ വെച്ച് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കാതെ ആ ട്രോമയെ കണ്ടെത്തി ഹീല് ചെയ്യുക. അപ്പൊ ശരിയായിക്കോളും. നമ്മൾക്ക് ഇതാണ് ഏറ്റവും
നമ്മളെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അത് മരുന്ന് കൊണ്ട് പോകുന്നതല്ല. കുറേ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മരുന്നുകൾ കുടിച്ചോണ്ട് കാര്യമുണ്ടോ? ഉള്ളിലുള്ള സാധനം അത് തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം മാത്രമാണ്. എനിക്ക് വിഷമാണ്, ടെൻഷനാണ്, പിന്നെ മൈഗ്രെയിൻ ആണ്, അങ്ങനെ ഒരുപാട് വയറ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കും. തൽക്കാല ആശ്വാസം ഉണ്ടാവും, ഇല്ലാന്നല്ല. പക്ഷെ അത് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ ട്രോമ അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും. ആ ട്രോമ ഒഴിവാക്കണം. അതെന്താണോ എന്ന് കണ്ടുപിടിക്കണം. നമ്മളെ മൈൻഡിലുള്ള നെഗറ്റീവ്സിനെ എന്താണെന്ന് കണ്ടുപിടിച്ച് ഹീല് ചെയ്താല് നമ്മൾ ആ ഒരു ശരീരത്തിന്റെ ഭാരം മീൻസ് എന്താണോ പ്രശ്നം അത് മാറിക്കിട്ടും. നമുക്ക് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഫേസ് നോക്കിയാൽ അറിയാം നിങ്ങളുടെ എനർജി ലെവൽ എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ ലൈഫിലുള്ള ഹാപ്പി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അതിന്റെ വേരിയേഷൻസ് എങ്ങനെയാണ്, ഡീപ്പ് എത്രയാണ്, അത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ കണ്ണാടിയിൽ സ്വന്തം നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. നമുക്ക് തന്നെ കിട്ടും ആൻസർ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരും. സ്വയം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് വേണ്ടത്, ഞാൻ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്യണം. ജസ്റ്റ് അങ്ങനെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പിന്നെ കിട്ടേണ്ടതിന് നന്ദി പറയാ. മിററിൽ നോക്കിയിട്ട് ഉള്ള കഴിവിനെ ഉള്ളതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമുക്ക് ഓരോ അവയവങ്ങളും ഒരു പ്രശ്നമില്ലാതെ തന്നിട്ടുണ്ട് സൃഷ്ടാവ്, അതിന് നന്ദി പറയാം. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ പിന്നെയും പിന്നെയും തന്നോണ്ടിരിക്കും. സ്നേഹവും സമ്പത്തും നമ്മൾ കൊടുക്കും തോറും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അല്ലെ? പിന്നെ നമ്മള് ആ അത് നമ്മള് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത് അത് തിരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അവര് നമ്മളെ നിയന്ത്രിക്കുകയാണെങ്കിലോ നമുക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാവും? സമ്മതിച്ചു കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പോ നമ്മള് ഈ മനസ്സിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം. മനസ്സിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങള് പാടെ ഇല്ലാതാവും എന്ന് പറയാം. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം. അപ്പോ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, നല്ലൊരു തിരിച്ചറിവുള്ള മനസ്സുണ്ടെങ്കിൽ, നിയന്ത്രിക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന മനസ്സുണ്ടെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും. ആ ഒരു ഭ്രാന്തമായ സ്നേഹത്തെ നോർമലാക്കുക. നോർമലാക്കണ്ടേ? അപ്പോ നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവാനും പറ്റും. ഈ വ്യക്തിത്വങ്ങളെ നിലനിർത്തിക്കൊണ്ടാവണം, ഈ നമ്മുടെ ആ ഒരു വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ടാവണം നമ്മൾ പാർട്ട്ണറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാം മുന്നോട്ട് പോവാന് സാധിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഏറ്റവും ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ്. അങ്ങനെ ആരൊക്കെ ഉണ്ട്? എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ പാർട്ട്ണർ ഉണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്ന ആരാ അതിലുള്ളത്? ഉണ്ടോ? ഞാനുണ്ട് എന്ന് പറയാൻ? യെസ്,
ഒരാളുണ്ട് അല്ലെ? ഒരാളേ ഉള്ളൂ? വേറെ ആരുമില്ല? എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഒരാൾ കൂടി ഉണ്ട്. 2 പേര്. ബാക്കി എല്ലാരും അങ്ങനെയല്ലേ? യെസ്, 3 പേര്. ഓക്കെ. വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാതിരിക്കുന്നതാണോ? വരുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്വന്തത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് എന്ന് പറഞ്ഞേ? സെറ്റ് ആകുന്നില്ലേ? സെറ്റ് ആകും. നന്നായിട്ട് വിഷ്വല് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വിഷ്വല് കൊടുക്കുക. പിന്നെ നല്ല ചിന്തകൾ, നല്ല അഫർമേഷൻസ് കൊടുക്കുക. പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കുക. ശരിയാവും കേട്ടോ. ശരിയാവാതെ എവിടെ പോവാനാ? EFTയിൽ വന്നവർക്ക് ശരിയാവാതെ ഒന്നും ഇല്ല, പോവില്ല, റെഡി ആവാതിരിക്കില്ല കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ മിറാക്കിൾസ് എന്താണെന്ന്, അല്ലേ? കഴിയാത്തവർ, EFT കഴിയാത്തവരുണ്ടാവുന്നില്ലേ? അവർക്ക് ഇതെന്താണ് ഇവര് പറയുന്നതെന്ന് മനസ്സിലാവാത്തവരുണ്ടാവും അല്ലെ? ഇന്നൊക്കെ ക്ലാസ്സിൽ കയറിയവർ, എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ്സിൽ വരുന്നവര് അഫർമേഷൻസ് ഒക്കെ എഴുതി ക്ലാസ്സിൽ വരാതെ ചെയ്യുന്നവരുണ്ട് അല്ലെ? ഓക്കെ. ഒരുപാട് പേരുണ്ട് സ്വന്തത്തെ സ്നേഹിക്കുന്ന, മിറർ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ? ഇന്നലെ ഒരാള് പറഞ്ഞു, എന്റെ ഫേസ് എന്റെ കണ്ണാടിയിൽ കാണുമ്പോ എനിക്ക് ഭയങ്കര ഏജ് തോന്നുന്നു, എനിക്ക് എന്നെ വല്ലാത്ത വിഷമം തോന്നുന്നു എന്നെ നോക്കുമ്പോ, അങ്ങനെയൊക്കെ. അപ്പോ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് നമ്മളെ സ്ലിം ബ്യൂട്ടിയാണ്, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, നല്ല പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കേ. പിന്നെ ഫേഷ്യൽ പോലും ചെയ്യണ്ട. അത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം. കണ്ണാടിയിൽ നോക്കി തന്നെ പറയണം. മിറർ പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര റിസൾട്ട് ആട്ടോ. ചെയ്തുകൊണ്ടിരിക്കുന്ന റിസൾട്ട് നല്ല റിസൾട്ടാണ്. പിന്നെ നമ്മളെ വ്യക്തിത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പാർട്ട്ണറെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരും നമ്മളെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതൊരു സംശയമുണ്ടോ? ഇല്ല. നമ്മൾ അവരെ കുറ്റപ്പെടുത്താതെ, ഉപദേശിക്കാതെ, നമ്മൾ സ്വയം വിഷ്വലും കൊടുത്തിട്ട് ഫോർഗീവും കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ മതി. അവരെ നമ്മൾ ഉപദേശിക്കാനും, ഇപ്പൊ കുഞ്ഞി മക്കള് വരെ ഉണ്ടല്ലോ ഉപദേശം ഒന്നും സ്വീകരിക്കൂല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പട്ടാള ചിട്ടയൊന്നും ഇപ്പൊ പറ്റൂല. പറ്റുവാ? നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ മക്കളെ? എങ്ങനെയാ ഇപ്പോ? ഉപദേശിച്ച് നിർത്താൻ പറ്റുന്നുണ്ടോ? ഉപദേശം കേൾക്കുമ്പോഴത്തേക്ക് തന്നെ അവര് 1 മൈൽ അകലെ പോവും അല്ലേ? പോകുന്നുണ്ടോ? അപ്പോ നമ്മള് വിഷ്വലെടുത്താ മതി. നമ്മള് നല്ല രീതിയിലാവുന്നു. എൻ്റെ മക്കൾ സുരക്ഷിതരാണ്, എൻ്റെ ഹസ്ബൻഡ് സുരക്ഷിതനാണ്, എൻ്റെ വൈഫ് സുരക്ഷിതയാണ്, സ്നേഹമുള്ളവളാണ്. അങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസുകളില്ലേ, എന്തെന്നാണോ അവർക്ക് നെഗറ്റീവ് ഉള്ളത് അത് നമ്മൾ അങ്ങ് പോസിറ്റീവ് ആക്കി കൊടുത്താൽ മതി. നമ്മൾ മൈൻഡിൽ അത് ഡീപ്പായിട്ട് കയറിയാൽ മതി. അതിനാണ് ഒരു ദിവസം ഒന്നും പറഞ്ഞാൽ പോരാ. മീൻസ് ഒരു ദിവസം കൊണ്ട് ഒന്നും ശരിയാവുന്നില്ല. നിങ്ങളിപ്പോ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഡിപ്രഷനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എത്ര ഗുളിക കുടിക്കണം? അത് ആകെ പിന്നെ നമ്മളെ ശരീരത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്ന, നരമ്പിനെയൊക്കെ തളർത്തിക്കൊണ്ടിരിക്കുന്നല്ലേ? ഉറക്കം കൂടുതലായിരിക്കും അല്ലെ? ആ ഗുളികകളൊക്കെ കുടിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, മാം എനിക്കിതൊന്ന് നിർത്തണം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് നിർത്താനും പറ്റില്ല. നമ്മള് അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്ക് തന്നെ അവരുടെ മൈൻഡിൽ തോന്നും, എനിക്ക് ഇനി ഇപ്പൊ ഒരു പ്രശ്നമില്ല. പിന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെന്നെ പറയും നിർത്താം. ഡോക്ടർ എന്നെ പറയും
ആ ഒരു രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കും നമ്മളെ പ്രാക്ടീസിലൂടെ. മെഡിറ്റേഷൻ തെറാപ്പി, പിന്നെ മിറർ പ്രാക്ടീസ്, അതേപോലെ നമ്മൾ മൈൻഡിനെ പവറാക്കി എടുക്കുക. നമ്മൾ മൈൻഡിനെ പവറാക്കി എടുക്കുമ്പോൾ നമ്മുടെ ശരീരവും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മളെ മൈൻഡും ബോഡിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാല് മതി. എനർജിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനർജി ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രീത്തിങ് എക്സസൈസ് തന്നെ ബെസ്റ്റ് ആണ് അല്ലെ? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല റിലാക്സ് ആവും. ഇന്നെല്ലാരും ചെയ്തിട്ടുണ്ടോ ബ്രീത്തിങ്? അപ്പോ നമ്മൾ ഭയങ്കര ഡിപ്രഷന് ആകുന്ന സമയത്ത്, ആ ഒരു വല്ലാത്തൊരു ഹൃദയമിടിപ്പൊക്കെ കൂടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കന്നെ നമ്മളൊന്ന് റിലാക്സ് ആവും. പിന്നെ നമ്മൾ നല്ല പോസിറ്റീവില് കൊടുക്കുക. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും സ്നേഹമുള്ളവരാണ്, എല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്നവരാണ്. അപ്പോ നമ്മളെ മൈൻഡില് ആ ഒരു പോസിറ്റീവ് മാത്രം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പം തന്നെ, നമ്മളെ ചിന്തകൾ പോസിറ്റീവ് ആവുമ്പോൾ തന്നെ നമ്മളെ ചുറ്റിലുള്ള കാര്യങ്ങളും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കും. സമ്പത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല സമാധാനം അല്ലെ? സമ്പത്ത് ഉണ്ടെങ്കിൽ ഹാപ്പി അല്ലേ? സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റണം, വേണ്ടേ? ഒരാള് പണം തരാനുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് നമ്മളൊന്ന് അവരെ മനസ്സിൽ കണ്ടിട്ട്, അവിടെ പോവണമെന്നില്ല, നമ്മൾ മനസ്സ് കണ്ടാൽ മതി. മനസ്സ് കണ്ടിട്ട് അവർക്ക് ഞാൻ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു, അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ പൈസ നമ്മൾ കയ്യിൽ കൊണ്ടുത്തരുന്ന മിറാക്കിൾസ് സംഭവിക്കും. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. ഒരുപാട് പണം കിട്ടാനുള്ളവരും, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും, സ്ഥലം വെക്കാനുണ്ട്, ഒരുപാട് പണം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ട്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ ആരോഗ്യമുണ്ട്, ഉറപ്പല്ലേ? ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയായി, നമ്മളെ ലൈഫ് ഹാപ്പിയായി, നമ്മളെ ചുറ്റുമുള്ളവരും ഹാപ്പിയായി. ഒരു നല്ല റിലേഷൻഷിപ്പ്, നല്ല ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാവും. നമ്മളെ നെഗറ്റീവ് ചിന്താഗതികള്, നമ്മളെ സംസാരങ്ങള്, പ്രവൃത്തികള് പാടെ ഒഴിവാക്കിയിട്ട് അവിടെ പോസിറ്റീവ് കുത്തി നിറച്ചു കൊടുക്കുക. ഒരു കണ്ടെയ്നർ നിറയെ പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ്സ് കുന്നിക്കുരുവോളം ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ നോക്കുക, മീൻസ് അതിന് മാറ്റാൻ നോക്കുക. പിന്നെ നമ്മള് വേറെ ലെവലാ, എനർജി ബൂസ്റ്റ് ആവും. നമ്മൾ ഓരോരുത്തരെയും ഫേസ് നോക്കിയാൽ അറിയാം എത്രത്തോളം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ലോ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മള് ഈ സ്നേഹം ശരി തന്നെയാ അല്ലേ? അതിന് യാതൊരു സംശയവുമില്ല. അത് ഭ്രാന്തമായ സ്നേഹമാവുമ്പോഴേ നമുക്കത് നിയന്ത്രിക്കണം എന്ന് തോന്നുന്നു. നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കന്നെ വേണം. അത് നമ്മള് പിന്നെ അമിതമായാൽ അമൃതും വിഷം അല്ലെ? അങ്ങനെ പറയാറില്ലേ? അമിതമായാൽ അമൃതും വിഷം അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ സ്നേഹവും. അപ്പൊ പിന്നെ നമുക്കത് വിഷമായി തോന്നും. അതിനെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. ഈ നമ്മളെ പിന്നെ വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഒക്കെ തന്നെ നമ്മള് സ്നേഹം അമിതമാവാതെ നമ്മളെ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. അങ്ങനെ കഴിയൂട്ടോ. നമ്മള് അവരെ മുഷിപ്പിക്കാതെ വല്ലാതെ അങ്ങ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് അവരെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഡിപ്രഷനിലേക്കും സൂയിസൈഡിലേക്ക് വരെ പോവാം. അതാ പറയുന്നത്. അത്ര വേണ്ട കേട്ടോ. സ്നേഹം വേണം, വേണ്ടെന്നല്ല.
വല്ലാത്തൊരു വല്ലാത്തൊരു എന്താ പറയാ, സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയില്ലേ, അത്രത്തോളം ആവുമ്പോ രണ്ടുപേർക്കും പ്രശ്നമാണ്, മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു താളം തെറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ കുറച്ചൊരു താളം തെറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, മറ്റേ ആള് ഫുൾ ഡൗൺ ആയി. ഒരു സെക്കൻഡ് മതി, അല്ലേ? കറക്റ്റ് അല്ലേ? എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഒരു സിറ്റിംഗ് നടത്തിയ ഒരാള് തലേ ദിവസം പറഞ്ഞതാ, വൈഫിനോട് ഭയങ്കര സ്നേഹ, പക്ഷെ വൈഫിന് അത്രത്തോളം മനസ്സിലായില്ല. സാധു ഓവറായിപ്പോയി, ഭ്രാന്തമായ സ്നേഹമായിപ്പോയി. ഒരു ആൺകുട്ടി ഉണ്ട്, ആളെന്ത് ചെയ്തു, കേൾക്കാൻ നിന്നില്ല, ഒരു സിറ്റിങ്ങിന്റെ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കുന്നില്ല. ആള് പുലർച്ചെ 4 മണിക്ക് സൂയിസൈഡ് ചെയ്തു. കേൾക്കാൻ ആള് നിന്നില്ല, മനസ്സിലാക്കിക്കാൻ പറ്റിയില്ല. ടെൻഷൻ കൊണ്ട് മെമ്മറി പോയി. ടെൻഷൻ കൊണ്ടാണ് കേട്ടോ നമുക്ക് മെമ്മറി പോകുന്നത്, ഓർമ്മക്കുറവ് ഉണ്ടാവുന്നത്. വല്ലാതെ ടെൻഷൻ വരുമ്പോഴാ. നമ്മളെല്ലാം മൈൻഡായിട്ട് കണക്റ്റ് ആണ്. നമ്മളെ മൈൻഡിനെ സൂപ്പറാക്കി എടുത്താൽ മതി, പവർ ആക്കി എടുത്താൽ മതി. നമുക്ക് ലൈഫ് ഒരുപാടുണ്ട്, പോസിറ്റീവ് ആക്കി കൊണ്ടുപോകുക എന്നുള്ളതുണ്ടല്ലോ, നമുക്ക് പറ്റണം. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ചിരിയോടെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണം. വിറ്റ് കിട്ടാൻ വേണ്ടിട്ട് അത് വിറ്റ് കിട്ടി വിഷ്വല് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ കയ്യിൽ EFT കഴിഞ്ഞവരല്ലേ, ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ കയ്യില്, അത് വെച്ച് ചെയ്യാം. നിങ്ങൾക്കൊരു ടൂള് തന്നു കഴിഞ്ഞില്ലേ, ആ ടൂള് വെച്ചിട്ട് അങ്ങ് ചെയ്യന്നെ. വിട്ട് കിട്ടിയതായിട്ട് കാണും. അവർക്ക് ആ ആൾക്കുണ്ടല്ലോ അത് വിറ്റ് കിട്ടണ്ട, അങ്ങനെ ആരെങ്കിലും ഒരു തടസ്സം നിൽക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ശരിയായിക്കോളൂ കേട്ടോ, സാധനങ്ങൾ വിറ്റ് കിട്ടാനും റെഡി ആയിക്കോളൂ. വിഷ്വല് കൊടുക്കുക, പവർ കൂട്ടിയെടുക്കുക, മെഡിറ്റേഷനും കാര്യങ്ങളും അതിലൊക്കെ ടാപ്പിങ്ങിലൊക്കെ അത് കൊടുത്തോണ്ടിരിക്കുക. ഇത് തന്നെ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ എഴുതി നോക്കിയേ, ഒരു 21 ദിവസം കൊണ്ട് ശരിയാവും, കാര്യം സാധിക്കും. പക്ഷെ ഉണ്ടല്ലോ, ഹൃദയം കൊണ്ട് എഴുതണം കേട്ടോ. വെറുതെ മാം ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എഴുതട്ടെ പറഞ്ഞിട്ട് എഴുതിയാല് നടക്കൂല കേട്ടോ. നിങ്ങൾ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതണം. നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം, അപ്പോഴാ റിസൾട്ട് ഉണ്ടാവുന്നത്. ഇതെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു ബോധം, തിരിച്ചറിവ് ഉണ്ടാവണം, എന്നാലാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. വെറുതെ ഇത് കേട്ട് പോയി കഴിഞ്ഞാലോ അതുകൊണ്ട് കാര്യമില്ല. ഇന്നലെ ഒരാള് പറഞ്ഞു വോയിസ് കേൾക്കുമ്പം എനർജി കിട്ടുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും എനർജി ഉണ്ട്. ആ ഒരു എനർജിയെ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ആ ഒരു എനർജി നിങ്ങൾക്കും ബൂസ്റ്റ് ചെയ്യാം. നിങ്ങളെ സൗണ്ടിനെ തന്നെ നിങ്ങൾ ആസ്വദിക്കേ, നിങ്ങളെ തന്നെ നിങ്ങൾ ആസ്വദിക്കേ, കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ മനസ്സിനെ തന്നെ, നിങ്ങളെ ശരീരത്തിനെ തന്നെ നിങ്ങൾ സ്നേഹിക്കേ. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ എനർജി വരും. കിട്ടും, കിട്ടാതിരിക്കൊന്നുമില്ല, എവിടെയും പോകൂല. സ്നേഹം ഒരാളിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല, അല്ലേ? സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ? അത് തിരിച്ചറിവോടുകൂടി നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന പ്രകൃത്യാ ഉള്ള സ്നേഹമായിരിക്കണം നമ്മളെ ഉള്ളില്. അത് വരുന്നതാണ്, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മള് വല്ലാതെ അങ്ങ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് കിട്ടൂല. പുറമെ കിട്ടും, ഓൾറെഡി മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഓൾറെഡി ഇങ്ങനെയാണല്ലോ പോവേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിയില് ഒരു മട്ടിൽ അങ്ങോട്ട് കിട്ടും. പക്ഷെ അത് കറക്റ്റ് കിട്ടുന്ന സ്നേഹമായിരിക്കൂല. നല്ലൊരു സ്നേഹം കറക്റ്റ് ഡീപ്പായിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് കിട്ടണമെങ്കിൽ തിരിച്ചറിവുണ്ടാവണം.
നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണം. വേണ്ടേ? അതാണ് നമുക്ക് കിട്ടേണ്ട സ്നേഹം. ആരോടായാലും ആ സ്നേഹം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും എനർജി ബൂസ്റ്റ് ചെയ്താല് സാധിക്കും. നമ്മള് ഈ പാർട്ട്ണറെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടെങ്കിലും നിയന്ത്രിക്കേണ്ടിടത്ത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടിടത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോ നല്ല സമത്വത്തോടെ പോകാൻ പറ്റുക. വ്യക്തി സ്വാതന്ത്ര്യത്തെ കൈകടത്താതിരിക്കുക. ആ വ്യക്തിക്കുള്ള അവകാശം നിഷേധിക്കാതിരിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ തന്നെ വീട്ടിൽ വേറെയും റിലേഷൻസ്, പിന്നെ സിസ്റ്റർ ആൻഡ് ബ്രദർ, ഫാദർ ആൻഡ് മദർ ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് എനർജി ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പൊ ഹാപ്പി ലൈഫ് ആയിരിക്കും അല്ലെ? ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഹാപ്പി ആക്കി കൊണ്ടുപോകാൻ പറ്റും.